നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തെ അവസാന ആഴ്ചയിലേക്ക് അഥവാ മന്ത്ലി എക്സ്പയറിലേക്ക് എൻ്റർ ആവുകയാണ്. മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ അടുത്ത ആഴ്ചയിലേക്കുള്ള കോൺട്രാക്ട്സുകളിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തോടുകൂടി പരിപൂർണമായിട്ടും തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മന്ത്ലി കോൺട്രാക്ട്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനിയൻ വിദേശ കറൻസി എക്സ്ചേഞ്ച് ഹൗസുകൾ, നിരവധി സുഹൃത്ത് കമ്പനികൾ, ഇറാന്റെ എണ്ണ സാമ്പത്തിക ശൃംഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കപ്പലുകളുടെ ഒരു കൂട്ടം എന്നിവയെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം ഇന്നലെ രാത്രിയിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവഴി ടെഹ്റാന്റെ മുകളിൽ വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ശക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എന്നാൽ അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ വളരെയധികം നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നലെ രാത്രി നടത്തുകയും ചെയ്തത്. എങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുവാൻ വാഷിംഗ്ടൺ തയ്യാറാണെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28-ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇറാനിയൻ സ്റ്റോക്ക് മാർക്കറ്റ് 80 ദിവസത്തേക്ക് അടച്ചിട്ടു. പിന്നീട് ഇന്നലെ മുതലാണ് ട്രേഡിംഗ് ഇറാനിയൻ മാർക്കറ്റിൽ പുനരാരംഭിച്ചതും ഇറാന്റെ ഹെഡ്ലൈൻ ഇൻഡെക്സിന് ഇന്നലെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും 72% വരുന്ന സ്റ്റോക്കുകളും ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം 28% സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്നലെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായി ഇല്ലതാനും സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ബോഷ്, ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, ഐറിസ് ലൈഫ് സയൻസ്, HCL സിസ്റ്റംസ്, ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ, IRB ഇൻഫ്രാസ്ട്രക്ചർ, JK ലക്ഷ്മി സിമെന്റ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, ക്വാളിറ്റി വോൾസ് ഇന്ത്യ, മെട്രോ ബ്രാൻഡ്സ്, സമവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ, സ്വാതിക് ഗ്രീൻ എനർജി, സമ്മാൻ ക്യാപിറ്റൽ, ടീം ലീസ്, വേൾപൂൾ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,800 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലിലേക്കും തുടർന്ന് 24,300 എന്ന ലെവലിലേക്കും ഉള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതുവരെ ഒരു പക്ഷേ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. കാരണം അവസാന 3 ട്രേഡിംഗ് സെഷനുകളിലും 23,300-നും 23,800-നും ഇടയിലായിട്ട് നിന്നുകൊണ്ടുള്ള കൺസോളിഡേഷനാണ് നിഫ്റ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേസമയം 23,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,300 എന്ന ലെവലും പിന്നീട് കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി ലോയായ 23,250 എന്ന ലെവലും അടുത്ത 2 ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ഈ ലെവലുകളും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 11:30 UK-ൽ നിന്നും ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 11:30 US-ൽ നിന്നും FOMC മിനിറ്റ്സിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാനായെങ്കിലും ഉച്ചതിരിഞ്ഞ് ശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും ഫിനാൻഷ്യൽ കൺസ്യൂമർ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത വീക്ക്നെസിന്റെ ഫലമായിട്ടും IT മേഖലയ്ക്ക് കൈവരിക്കുവാനായ ശക്തമായ നേട്ടത്തെ മറികടന്നുകൊണ്ട് കൺസോളിഡേഷനോടുകൂടി നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ബൈയിങ്ങിന് ശേഷം ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 2,457.49 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,801.68 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ഇന്നലെ ആകെ ഇൻഫോസിസ് ADR-ന് മാത്രമേ 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി ആക്സിസ് ബാങ്കിന്
0.4%, ഡോക്ടർ റെഡ്ഡീസിന് 1%, HDFC ബാങ്ക് ADRന് 1.5%, ICICI ബാങ്ക് ADRന് 2.5%, വിപ്രോ ADRന് 0.5%, നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും US മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ടെക്നോളജി, കൺസ്യൂമർ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത വീക്ക്നെസ്സും, കൂടാതെ ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ US-ലെ 10-year ട്രഷറി ഈൽഡ് അതിന്റെ ഒരു വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേർന്നു. ഇത് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ വരാനിരിക്കുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വർധനവുണ്ടാക്കുമെന്നുള്ള ആശങ്കയും US മാർക്കറ്റിന്റെ നഷ്ടത്തിന് നില ആക്കം കൂട്ടി. തൽഫലമായി S&P 500-ന് 0.25%, നാസ്ഡാക്കിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഫ്ളാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് ഫ്ളാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ജർമ്മൻ മാർക്കറ്റിന് 0.38% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 1.25%-അടുത്തും നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയില് 0.5%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $110.75 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $103.77 per ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,502.72 per ഔൺസ് എന്ന നിലയിൽ 0.5% നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.03 എന്ന നിലയിലും മാക്സ് പെയിൻ 23,800 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. മാത്രമല്ല RSIയും 44.77 എന്ന നിലയിൽ റെഫറൻസ് ലൈനിന് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 23,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. JSW എനർജി ജപ്പാനിലെ തോഷിബ കോർപ്പറേഷനിൽ നിന്ന് തോഷിബ JSW പവർ സിസ്റ്റംസിന്റെ അധിക ഓഹരികൾ ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള അന്തിമ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ആദിത്യ ബിർള ക്യാപിറ്റൽ ഫാക്ടറിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിനായിട്ട് കമ്പനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഫാക്ടറിംഗ് ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഇൻവോയ്സുകൾ, അതായത് പേയ്മെന്റ് ലഭിക്കാതെ നിൽക്കുന്ന ഇൻവോയ്സുകൾ ഫാക്ടർ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസ്കൗണ്ട് തോതിൽ വിൽക്കാനാകും. അതുവഴി അവർക്ക് ഒരു പരിധിവരെയുള്ള അവരുടെ ക്യാപിറ്റലുകൾ തിരിച്ചു പിടിക്കുവാനുമാകും. സുല വൈൻയാർഡ്സ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും കീ മാനേജീരിയൽ പേഴ്സണൽ സ്ഥാനത്തു നിന്നുമായിട്ട് ശ്രീ അഭിഷേക് കപൂർ ജൂലൈ 14 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രാജിവെച്ചു. BPCL പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 0.7% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.7% വർധനവും രേഖപ്പെടുത്തി. സി എന്റർടൈൻമെന്റ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 188.4 കോടി രൂപ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 102.4 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതും. റവന്യൂവിലും 7.3% ഇടിവും രേഖപ്പെടുത്തി. ട്രൈഡന്റ്
പ്രോഫിറ്റില് 23.5%, റവന്യൂവില് 12.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബോറോസിൽ പ്രോഫിറ്റില് 5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 5.2% വർധനവും രേഖപ്പെടുത്തി. ഓർക്കല ഇന്ത്യ പ്രോഫിറ്റില് 108.4%, റവന്യൂവില് 5% വർധനവ് രേഖപ്പെടുത്തി. കർണാടക ബാങ്ക് പ്രോഫിറ്റില് 61.7%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 8% വർധനവ് രേഖപ്പെടുത്തി. ഗോദാവരി പവർ ആൻഡ് ഐസ്പാറ്റ് പ്രോഫിറ്റില് 26.6%, റവന്യൂവില് 9.7% വർധനവ് രേഖപ്പെടുത്തി. ഹാഡ്സൺ ആഗ്രോ പ്രോഡക്ട്സ് പ്രോഫിറ്റില് 18.3%, റവന്യൂവില് 14.9% വർധനവ് രേഖപ്പെടുത്തി. PTC ഇന്ത്യ പ്രോഫിറ്റില് 69.3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 33.3% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.